എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഴി റിവ്യൂ ആണ്. വർഷങ്ങൾക്ക് ശേഷം ഓപ്പണായിട്ട് പറയാം, വളരെ മോശപ്പെട്ട സിനിമ. വിനീത് ശ്രീനിവാസൻ, നിങ്ങൾ ഏത് കാലഘട്ടത്തിലാണ്? അതായത് ആ ക്രിഞ്ച് പരിപാടിയൊക്കെ ഇപ്പോഴും അതുപോലെ ആവർത്തിക്കാനാണ് പ്ലാന്? നന്നായിട്ട്, അതായത് ക്രിഞ്ച് ഫെസ്റ്റിവലാണ്. അഭിനയിച്ച എല്ലാവരും മോശമാക്കിയിട്ടുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ മോശം, അവിടെ ആ കഷ്ടപ്പാടൊക്കെ വെറുതെ കേട്ടോ. പിന്നെ പ്രണവ് മോഹൻലാൽ മോശം, നിവിൻ പോളി മോശം, എല്ലാം മോശം. എടാ മോനെ, കുറച്ചൊന്ന് ഒതുങ്ങിക്കോ കേട്ടോ. ഇത് ഒരു വിഷമം കൊണ്ടൊരു പ്രതികാരമാണ് സത്യം പറയാം. അതായത് ഇതിൽ കുറച്ച് റെഫറൻസ് ഉണ്ട്. ഷസാം ഉണ്ട്, സീക്രട്ട് ഏജന്റ് ഉണ്ട്, ചെകുത്താനുണ്ട്. നമ്മൾ മാത്രം ആ കിഴിയിലെ ചെറ്റകൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല. അപ്പൊ അതിന്റെ പ്രതികാരം കിട്ടണ്ടേ? പിന്നെ തീർച്ചയായിട്ടും ഒറിജിനലുള്ള സാധനങ്ങൾ പോന്നോട്ടെ. അതൊന്ന് കാര്യത്തിലേക്ക് വരാം. ചിലപ്പോ ഈ കാര്യം പറയുന്നതിന് മുന്നേ എല്ലാരും പോയിട്ടുണ്ടോ? അത് ചെയ്തിട്ടാ. അതായത് വർഷങ്ങൾക്ക് ശേഷം സിനിമ കണ്ടത് ഞാനാണ്. ആള് ആവേശമാണ് കണ്ടിരിക്കുന്നത്. രംഗന്റെ വരവാണ് കണ്ടത്. വരാൻ പോണുള്ളൂ, ഇതൊന്നും ഒന്നുമല്ല. ഓക്കെ, എന്തായാലും കട്ടക്ക മത്സരമാണ് ഞങ്ങള്. അപ്പൊ ആവേശത്തിന്റെ റിവ്യൂ അടുത്ത വീഡിയോയിൽ വരും. ആള് എന്തായാലും വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ റിവ്യൂയിലേക്ക് കിടക്കാം. ഒരു ഗംഭീര സിനിമ കേട്ടോ. നമ്മൾ ആദ്യം ഒരു ഒറ്റ വാക്കിൽ മോശം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഗംഭീരം എന്ന് ഓപ്പണായിട്ട് പറയുന്നത്. ആദ്യം ധ്യാൻ ശ്രീനിവാസൻ, ആള് ഇതിന് കൊടുത്തിരിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ, ആളിതിന് ഇട്ടിരിക്കുന്ന എഫേർട്ട് ഭീകരമാണ്. ആൾക്ക് നല്ല ബുദ്ധിയുള്ള മനുഷ്യനാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ആള് പണിയെടുക്കുന്നത് വിജയിക്കുന്ന സിനിമക്ക് മാത്രമാണ് എന്നുള്ളത്. അധ്വാനിക്കാൻ, വിജയിക്കുന്ന സിനിമയ്ക്ക് അധ്വാനിക്കാൻ ആള് റെഡിയാ. അത് നമുക്കിങ്ങനെ തോന്നിപ്പിച്ചുകൊണ്ടിരിക്കുക, വെറുതെ നല്ല ആള് പണിയെടുത്തതെന്ന്. എന്തായാലും ടോട്ടലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലോങ് ആണ്. അതായത് നമ്മളൊരു സിനിമ മൊത്തം കഴിഞ്ഞോ, ഇൻ്റർവെൽ ഇല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ഒരു ഇൻ്റർവെൽ വരും. അപ്പോൾ ശരി, സെക്കൻഡ് ഹാഫ് ഉണ്ടല്ലോ അല്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന അപ്പോഴാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഒരു വേറെ മൂഡിലാണ്. ഒരു ഭയങ്കര ഇമോഷണലി നല്ല മൂഡോടെ ഫീൽ ഗുഡാണ് ടോട്ടലി. പക്ഷേ ഭയങ്കര കോമഡി ഒന്നും ഉൾപ്പെടുത്താതെ ഭയങ്കരമായിട്ട് ടച്ചിങ് ആയിട്ട് നല്ല സൗഹൃദത്തിൻ്റെ ഒരു കഥ. അതിൽ സിനിമയുടെ ഈ നമ്മുടെ ആഗ്രഹങ്ങളും അതൊക്കെ, അതായത് സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ശേഷം അതായത് ഈ പ്രസൻറ്റ് കാലഘട്ടം കാണിക്കുന്നുണ്ട്. ചിരിച്ചു മറിഞ്ഞു, ഒരു രക്ഷയില്ല. അതിലെ താരം എന്ന് പറഞ്ഞാൽ അത് നിവിൻ പോളിയാണ്. ആളുടെ വരവും മാളങ്ങഴിഞ്ഞടിയുണ്ട്, ഒരുപാട് കോമഡി ഉണ്ട്. ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചോണ്ടിരുന്ന മറ്റൊരാളെ കുറിച്ചാണ്, പ്രണവ് മോഹൻലാൽ പക്ക. അതായത് എനിക്കൊരു സംശയം, അതായത് ലാലേട്ടന്റെ ആരെങ്കിലും ആണോ നമ്മുടെ പ്രണവ് മോഹൻലാൽ? ചെറിയ എന്തോ ഒരു ബന്ധം തോന്നുന്നു കേട്ടോ. കാരണം നമ്മുടെ സൂപ്പർ സ്റ്റാർ, അതായത് കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലില്ലേ, ആളിങ്ങനെ വന്ന് നിന്ന് നമ്മുടെ മുമ്പിൽ എനിക്ക്, അതായത് കമലദളല്ലേ ആ സിനിമയിലെ ലാലേട്ടൻ ലുക്ക് എന്താ, അത് തന്നെ ടോട്ടലി അതെ. അതായത് എക്സ്പ്രഷൻ ആയാലും കാര്യങ്ങൾ എല്ലാം കൊണ്ടും അത് നമ്മളങ്ങനെ ഓർമ്മപ്പെടുത്തും. പിന്നെ ധ്യാൻ ശ്രീനിവാസന്റെ എഫേർട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, ആള് ഗംഭീരമാക്കിയിട്ടുണ്ട്. അതായത് ടോട്ടലി ഓരോ രീതിയിൽ വയസ്സാവുന്ന ഇന്നത്തെ പ്രസന്റ് കാലഘട്ടം വരെ ഉള്ളതിൽ ആള് സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒരുപാട് താരങ്ങളുണ്ട്. ഞാൻ ചോദിക്കാൻ വരുന്നത് ഇതിനകത്ത് ആരൊക്കെ ഉണ്ടെന്ന്, പല ആൾക്കാരും ഉണ്ടെന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതെ അതെ, ഇതിനകത്ത് ആരൊക്കെ ഉണ്ടെന്നുള്ളത്. അതായത് ഇതിലെ കാസ്റ്റിംഗ് മലയാള സിനിമ മൊത്തം ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ അനൗൺസ്മെന്റ് എങ്ങനെയാന്ന് വെച്ചാലേ ഒരു നോട്ട് ബുക്കിൽ എഴുതി തുടങ്ങിയതാണ് സത്യം. എന്നിട്ട് ലാസ്റ്റ് ഒരു നിർത്തി കാസ്റ്റിംഗ് നോട്ട് ബുക്ക് തികയാതെ വരും എന്നുള്ളതുകൊണ്ട് ഒരു താളിൽ എഴുതിയിട്ട് ബാക്കി സിനിമയെ കണ്ടോട്ടെ തീരുമാനിച്ചു. ഇനി ഇതിനകത്ത് ഞാനിങ്ങനെ ഓരോന്നും ഓർത്തെടുക്കുകയാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഒരെണ്ണം കഴിഞ്ഞ് ചോദിക്കുന്നത്. ഷാൻ റഹ്മാന്റെ ക്യാരക്ടർ എങ്ങനെയുണ്ട്? ഷാൻ റഹ്മാൻ പൊളിച്ചിട്ടുണ്ട്. ആളുടെ ലുക്ക്, പിന്നെ ആള് ഒരു വയസ്സായിട്ടുള്ള ഒരു ക്യാരക്ടറിലേക്കും വരുന്നുണ്ട്. അതായത് 2 ലുക്കിലാണ്. ആ 2 ലുക്കും സൂപ്പറായിട്ടുണ്ട്. ആളുടെ സ്വഭാവ സവിശേഷതയൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. പിന്നെ അജു വർഗീസ് ഇതിൽ ഡബിളാണ്. അജു വർഗീസ് ചോദിച്ചു വാങ്ങിയ ക്യാരക്ടറാന്ന് പറഞ്ഞിട്ടുണ്ട്. അജു വർഗീസ് അടിപൊളിയാണ്, സൂപ്പർ ക്യാരക്ടറാണ്. മാത്രമല്ല നമുക്ക് ഇഷ്ടം തോന്നുന്നത് അജു വർഗീസ് പിന്നെ എപ്പോഴും അങ്ങനെയാണല്ലോ, കഥാപാത്രം കൊടുക്കുന്ന ഒരു ക്യാരക്ടർ. അത് ഇനി കോമഡി ആയിക്കോട്ടെ സീരിയസ് ആയിക്കോട്ടെ എന്തും ഭംഗിയായിട്ട് ചെയ്തിട്ട് പോകും. സൂപ്പറായിട്ടുണ്ട്. എനിക്ക് ഇതിൽ നെഗറ്റീവ് എന്ന് പറയാൻ, മനഃപൂർവ്വം പറയാൻ എടുത്തു കഴിഞ്ഞാലുള്ളത്, അതായത് നിവിൻ പോളിയുടെ ക്യാരക്ടർ ഇതിൽ നിതിൻ മോഡി എന്ന് പറഞ്ഞ കഥാപാത്രമാണ്.
പക്ഷേ നിവിൻ പോളിയാണ് എന്നുള്ള രീതിയിലേക്ക് കുറച്ച് ഡയലോഗൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്യുമ്പോൾ ഇത് നിവിൻ പോളിയാണല്ലോ നമ്മുടെ മനസ്സിലേക്ക് വരും. ആ സമയത്ത് കുറച്ച് ഓവറല്ലേ എന്ന് തോന്നി. പക്ഷെ അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരും അത് നിവിൻ പോളി അല്ലല്ലോ, നിതിൻ പോളി ആണല്ലോ, അപ്പം പിന്നെ കുഴപ്പമില്ല. അങ്ങനെ ഒരു പ്രശ്നം, അങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ആളുടെ ഡയലോഗും സംഭവങ്ങളും ഉണ്ടല്ലോ, അതായത് ആളുടെ കംബാക്കിൻ്റെ സംഭവം, പിന്നെ ആളുടെ ബോഡി ഷേവിങ്ങിൻ്റെ സംഭവം, ഇതൊക്കെ പൊളിച്ചിട്ടുണ്ട്. അതായത് നമ്മളെ ട്രോളാൻ നമ്മൾ തന്നെ മതി എന്നുള്ള രീതിയിൽ അല്ലേ, ഭീകരം. അതായത് മലയാളി ഫ്രം ഇന്ത്യയുടെ ഒരു പ്രോമോ ഉണ്ടായിരുന്നില്ലേ, ആ ഒരു ഇതിൻ്റെ അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട്, റെഫറൻസ് അലറൽ വീരൻ, പിന്നെ റിവ്യൂ ചെയ്യുന്ന ഒരുപാട് ചെറ്റകൾ, അല്ല പട്ടികൾ, അങ്ങനെയാണല്ലോ പറയുന്നത് കേട്ടോ, പട്ടികളെ ബോഡി ഷേവിങ് ചെയ്യുന്ന പട്ടികളെ നമ്മളോടൊക്കെ തന്നെ കിട്ടി, ശരിക്കും കിട്ടി ബോധിച്ചു. അതിന്റെ റിവെഞ്ച് അപ്പൊ എന്തായാലും ഇതിൽ ഒരുപാട് പേരുണ്ട്. പിന്നെ കല്യാണി പ്രിയദർശൻ, പിന്നെ ആളുടെ ക്യാരക്ടർ മാത്രമാണ് കുറച്ച്, അതായത് ഏജ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിൽ ആ ഒരു മേക്കപ്പ് ശരിയായില്ല എന്ന് തോന്നി. ബേസിൽ ജോസഫ് സൂപ്പറായിട്ടുണ്ട് കഥാപാത്രം. വിനീത് ശ്രീനിവാസൻ സൂപ്പറായിട്ടുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ എന്തായാലും നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടാവും സാറേ എന്നൊക്കെ വിളിക്കുമ്പോഴേ. അതെ അതെ അതെ. പിന്നെ ഇത് ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറി കേട്ടോ, പക്ക ഫ്രണ്ട്ഷിപ്പ്, നല്ല രസമായിട്ട് കേട്ടോ. ശരിക്കും എനിക്ക് ഇവനെ മിസ് ചെയ്തു, കാരണം ഇത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കാണേണ്ട സിനിമയാണല്ലോ എന്ന് തോന്നി. പിന്നെ ഇതിൽ ഈ കൊണ്ടുവന്ന റെഫറൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു ടോട്ടലി സെക്കൻഡ് ഹാഫ് പക്ക ഫൺ റൈഡാണ്. അതിനു മുൻപ് പക്ക ഒരു പ്രത്യേക ഫീലോടെ, സീരിയസ് ആണ് എപ്പോഴും, പക്ഷെ ഫസ്റ്റ് ഹാഫ് കുറച്ചും കൂടി പ്രത്യേക ഫീലോടെ എനിക്ക് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് ഹാഫ്. മോശം കേട്ടോ, അടിപൊളിയാണ്. പക്ഷെ ഒരു ഇന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഫീല്. പിന്നെ ലാസ്റ്റ് ടൈമിൽ ക്ലൈമാക്സിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്, ആ ട്വിസ്റ്റ് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിട്ടോ. കാരണം അത് വിനീത് ശ്രീനിവാസൻ അങ്ങനെ ചെയ്യുള്ളൂ എന്നുള്ളത് അറിയാമായിരുന്നു. അതിപ്പോൾ റീവൈൻഡ് അടിച്ച് വന്നിട്ട് അത് ചെയ്യുമ്പോൾ എനിക്ക്, ഞാൻ അവിടെ ആണെങ്കിൽ ആ സിനിമ ഇറങ്ങിയതിൻ്റെ ആ ഒരു സക്സസ് സംഭവങ്ങളും അവിടെ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനിൽ എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് എന്തിനാണ് ഇത് കൊണ്ടുവന്നത് എന്നൊരു തോന്നലുണ്ടായി. എല്ലാവർക്കും അങ്ങനെ തോന്നണം എന്നില്ല. പിന്നെ അതിന് റിപ്പീറ്റ് വാല്യൂ ഇല്ലേ, അതുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം വീണ്ടും കാണുകയാണെങ്കിൽ ചിലപ്പോൾ ക്രിഞ്ച് പോലെ ഫീൽ ചെയ്യും. അത് ഓരോരുത്തരും കാഴ്ചപ്പാട് പോലെ പിന്നെ കാരണം ഒരുപാട് റെഫറൻസുകൾ ഉണ്ട് ഡയലോഗ്. ഇപ്പോൾ അതിൽ നമ്മുടെ രാവണപ്രഭുവിലെ ഒരു ഡയലോഗ് ഉണ്ട്, ഇത് അവരുടെ കാലല്ലേ എന്ന് പറയുന്നത്. അത് മാത്രമാണ് എനിക്ക് ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്തത്. ബാക്കിയുള്ള എല്ലാം അതിന്റെ കൂടെ ഒരു വിഷയമല്ലാതെ പോകുന്നുണ്ട്, നല്ല രസമായിട്ട് പോകുന്നുണ്ട്. ഞാൻ ചോദിക്കാൻ വന്ന വേറെ കാര്യം ഉണ്ടായിരുന്നു, സെറ്റിന്റെ മോനെ ചെന്നൈ തന്നെ അല്ലേ, അത് ഫീലേ ചെയ്യില്ല അത് സെറ്റാണെന്ന്. ആ അത്രക്ക് സെറ്റായിട്ടുണ്ട്. ചെന്നൈ ആണെന്ന് ഫീൽ ചെയ്യില്ല, സെറ്റാണെന്ന്, ഇത് സെറ്റാണ് എന്നുള്ളത് നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ല. പിന്നെ സോങ്ങുകളൊക്കെ വളരെ മനോഹരമാണ്. അതിൽ പ്രത്യേകിച്ച് ആ മധു പകരൂ എന്ന് പറഞ്ഞ സോങ് ഗംഭീരമുണ്ട്. എല്ലാത്തിലും അങ്ങനെ ഡയലോഗ് പറയുന്നുണ്ട്. പിന്നെ അങ്ങനെ രസകരമായിട്ടുള്ള ഈ സിനിമയും ഇവരുടെ സൗഹൃദവും പിന്നെ ഈ സക്സസിന് വേണ്ടിയിട്ടുള്ള ആ തിരിച്ചുവരവും അതൊക്കെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നതൊക്കെ സൂപ്പറാണ്. സിനിമയ്ക്കുള്ളിലെ സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും, അങ്ങനെയല്ല ഒരു പാക്ക കിടിലൻ സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും പോയി കാണാം, എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ഗംഭീര സിനിമ, ഞാൻ ഹാപ്പിയാണ്. സിനിമയുടെ റേറ്റിംഗ് 8, 10ൽ 8. ഓക്കെ. അപ്പൊ എന്തായാലും ഞാൻ കണ്ടിട്ടില്ല, കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ പോയി കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. ഞാനും അഭിപ്രായം പിന്നെ വന്ന് പറയുന്നതായിരിക്കും. അപ്പൊ പോട്ടെ, ഒന്ന് പറയാനുണ്ടല്ലോ, പറയാനുള്ളത് വരാൻ മോളേ ഉള്ളൂ. അപ്പൊ എന്തായാലും ബൈ.